സോഷ്യൽ സ്കൂപ്പ് ഇത് മറ്റൊന്നുമല്ല, ഇത് വൈറലുമായിട്ടും ട്രെൻഡിങ്ങുമായിട്ടും ഒന്നും ഇത് കൂട്ടിക്കുഴയ്ക്കരുത്, തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഇത് ആബ്സല്യൂട്ട്ലി സീരിയസ് ആണ്. അല്ല, വൈറൽ ആൻഡ് ട്രെൻഡിങ് എനിക്ക് ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്. ഈ പറയുന്ന പോലെ അവിടെയും ബലം പിടിച്ചിരിക്കുകയാണോന്ന് ചോദിക്കണ്ട. പക്ഷെ അതിന് വേറെ സെഗ്മെന്റ് ഉണ്ടാവും, അതിന് ചെറുപ്പക്കാർ അവതരിപ്പിക്കട്ടെ. ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്ന, പ്രത്യേകിച്ച് ട്വിറ്ററിൽ ഒക്കെ വരുന്ന, ട്വിറ്റർ ഹാൻഡിൽസിൽ വരുന്ന ഗൗരവതരമായ ഒബ്സർവേഷൻസ്. അതിൽ സറ്റയർ ഉണ്ടാവില്ല, തമാശ ഉണ്ടാവില്ല എന്നല്ല അർത്ഥം. നമ്മുടെ ഏത് ടെലിവിഷൻ പ്രോഗ്രാമിനേക്കാളും വളരെ ഷാർപ്പ് ഇൻസൈറ്റ്സ് തമാശകളും അർത്ഥവും ദ്വയാർത്ഥവും നാനാർത്ഥവും ഒക്കെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒബ്സർവേഷൻസ്, ആ വിമർശനങ്ങൾ അല്ലെങ്കിൽ ആ സറ്റയർ, അതിലൂടെ ഒന്ന് പെട്ടെന്ന് കണ്ണിൽപ്പെട്ട ചിലതൊന്ന് തീർച്ചയായും. അങ്ങനെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുതിയ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ അറിയേണ്ടതുമായ ചില പ്രസക്തമായ പോസ്റ്റുകളെ കുറിച്ച് നമുക്കും ചർച്ച ചെയ്യാം. സോഷ്യൽ സ്കൂപ്പ്. അങ്ങനെ ഒന്നൊന്നായി ഇതിൽ പ്ലേ ചെയ്യാൻ ആണ് പറയേണ്ടത് അല്ലേ? ഏതൊക്കെയാണ് അതിലുള്ളതെന്ന് നോക്കാവുന്ന. അക്ഷയ, ആദ്യം ഈ അഴുക്കുചാലിലാണ് ഒരു ജീവൻ പൊലിഞ്ഞത്. രാവി ആണ്. സഹജീവിക്കായി ഒരു എന്താണ് പറയുന്നത്, നമ്മുടെ നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രമാത്രം ശോചനീയമാണ്. എന്നെങ്കിലും മാറുമോ ഈ സ്ഥിതി? അഗ്നിശമന സേന ഒരു രാപ്പകൽ തെരച്ചിൽ നടത്തിയതും ഈ അഴുക്കുചാലിൽ തന്നെ. നമ്മുടെ നഗരങ്ങളുടെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. തീർച്ചയായും ഇത് രാവി എന്നുള്ള പേരുള്ള ട്വിറ്റർ ഹാൻഡിലിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും വളരെ ശ്രദ്ധേയം. കാരണം സ്പെഷ്യലിസ്റ്റ് RV എന്നൊക്കെയാണ്. രാവിയാണ് എന്തായാലും ട്വിറ്റർ ഹാൻഡിൽ. അടുത്തത് നോക്കാം അക്ഷയ. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ജോയി എന്ന കരാർ ശുചീകരണ തൊഴിലാളിയുടെ ശരീരം ഇവിടെ നിന്ന് കണ്ടെടുത്ത അതീവ ഖേദകരമാണ് എന്ന ഒരു പൊതുവികാരം അത് എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ട്വിറ്ററിൽ നിന്നാണ് ഇന്നലെ അദ്ദേഹം ഇത് സംബന്ധിച്ച് നമ്മൾ വാർത്ത പഴിചാരുന്നതിനല്ല, രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണം പ്രഥമ പരിഗണന എന്ന കണക്കിലെടുത്താണ് ഇതുവരെ കാത്തിരുന്നത്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ സർവ്വജനങ്ങളും നടക്കത്തോടെ മാത്രം പറഞ്ഞ ഈ വാർത്തയോട് ഇനിയും പ്രതികരിക്കാതിരിക്കുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ല എന്ന് കരുതുന്നു. കേരള സർക്കാരിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മയെ തുറന്നു കാട്ടുന്നു എന്നാണ് ഇത്തരുണത്തിൽ നാം തിരിച്ചറിയേണ്ടത്. സമാനതകളില്ലാത്ത അപകടം. സ്വച്ഛ ഭാരത് ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം ആണ് എന്ന് രാജീവ് ജി ചൂണ്ടിക്കാട്ടുന്നത്. നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 വർഷമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കേരളത്തിൻ്റെ പാപ്പരത്വമാണ് നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നത്. സ്വച്ഛ ഭാരത് എന്നുള്ള പദ്ധതി വന്നപ്പോൾ പ്രധാനമന്ത്രി അടിച്ചുവാരാൻ പോകുന്നു, കുപ്പ പെറുക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ, തരംതാണ വിമർശനങ്ങൾ. ഞാൻ പറയുന്നു, വിമർശിക്കാം, രാഷ്ട്രീയമായി തന്നെ വിമർശിക്കണം, നല്ല എതിർപ്പ് വേണം, നല്ല പ്രതിപക്ഷം വേണം. പക്ഷെ എന്ത് വരുമ്പോഴും 2 തരത്തിൽ വിമർശിക്കാം. ഇതൊക്കെ ഇതിനൊന്നും പറയാനുള്ള ഉപമകൾ പലതും സഭ്യമാവില്ല. കാര്യം അത്ര തരംതാണതാണ്. ഇത് അസൂയ അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇതൊക്കെ നിറഞ്ഞ് തികഞ്ഞ അപകർഷതാ ബോധത്തോടു കൂടിയൊക്കെ ചില പരാമർശങ്ങൾ നടത്തുമല്ലോ. അതൊന്നും പാടില്ല. നമ്മുടെ ചുറ്റും കാണാം അത്തരത്തിലുള്ള പരാമർശങ്ങളാണ്. എന്താണ് ഈ പദ്ധതി? ചുരുക്കി പറഞ്ഞാൽ വിമർശനങ്ങൾ ഡിഫോമേഷൻ ആകാൻ പാടില്ല. അതെ. എന്തായാലും ഇപ്പോൾ എന്താണ് നാം കാണുന്നത്? ഏത് പദ്ധതിയെ, ഏത് ഇനിഷ്യേറ്റീവിനെ ഇങ്ങനെ വിമർശിക്കുകയല്ല ചെയ്ത്, പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്തോ അത് നടപ്പായിരുന്നെങ്കിൽ ഈ ജോയ് ഇന്ന് അമ്മയോടും കുടുംബത്തോടൊപ്പം ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അടുത്തത് നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ള കോൺഗ്രസ് CPM MP മാർ മണ്ഡലത്തിൽ മിക്കവാറും കാര്യങ്ങൾക്ക് ഓടിയെത്തും. കല്യാണമായാലും പുലകുളിയായാലും. പക്ഷേ ശശി തരൂരിന് തിരുവനന്തപുരത്തുകാർ കൊടുത്തിരിക്കുന്നത് മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഡൽഹിയിൽ കിടന്ന് അർമാദിക്കാനുള്ള പ്രത്യേക പ്രിവിലേജാണ്. ഇത് മിസ്സിംഗ് എന്നുള്ള ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് വന്ന ട്വിറ്റർ ഹാൻഡിലാണ്. വളരെ ഷാർപ്പായും വളരെ നല്ല കുറുക്കിക്കൊള്ളുന്ന ചില സെറ്റയറും ഒക്കെ ആയിട്ട് സോഷ്യൽ ഇഷ്യൂസ് ചൂണ്ടിക്കാട്ടുന്ന ഒരു ഹാൻഡിലാണ്.
ഇതിൻ്റെ തമാശ ഒന്നിൽ പലരെല്ലാം ആരാണെന്ന് നമുക്കറിയില്ല. അതെ അതെ. അതിൻ്റെ ഒരു ട്വീറ്റിൻ്റെ സ്വഭാവം വെച്ചാണ് ഇത് കാണുന്നത്. അതിന് താഴെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് അക്ഷയ കാണിച്ചില്ലെന്ന് തോന്നുന്നു. ആ ചിത്രം കൂടി വന്നാലേ ആ ട്വീറ്റിൻ്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാകും എന്ന് തോന്നുന്നു. നോക്കാം എന്തായാലും അടുത്തത്. എന്തായാലും തിരുവനന്തപുരം എം പിയെ കുറിച്ച് ആവർത്തിച്ച് കേട്ട വിമർശനങ്ങൾ തന്നെയാണ് ആ ചിത്രത്തിലും ഉള്ളത്. എപ്പോഴും അദ്ദേഹം ഒരു പക്ഷേ ഈ പാർട്ടി മോഡിലാണ് അല്ലേ? ആവശ്യം വരുമ്പോഴത്തേക്കും ഈ ജില്ലയിൽ കാണാനില്ല. ജില്ലയിലല്ല, രാജ്യത്ത് തന്നെ ഉണ്ടോ എന്നറിയില്ല. അടുത്ത് നോക്കാം. യെസ്, നേരത്തെ പറഞ്ഞ ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ വന്നിരിക്കുന്നത് മിഥുൻ എന്ന ട്വിറ്റർ. ശശി തരൂരിൻ്റെ അത്രയും സുഖമുള്ള ഒരു MP സ്ഥാനം വേറെ ഒരാൾക്കും ഉണ്ടാവില്ല. ഒറ്റ ആവശ്യഘട്ടത്തിലും നാട്ടിൽ വരേണ്ട, പാർട്ടിക്ക് വേണ്ടി ജില്ലയിൽ പ്രവർത്തിക്കേണ്ട, MP എന്നുള്ള നിലയിലുള്ള കടമകൾ ചെയ്യേണ്ട, പുതിയതായി പദ്ധതികൾ വിഭാവനം ചെയ്യേണ്ട, കടലോരം മുടിഞ്ഞാലും തിരിഞ്ഞു നോക്കേണ്ട, എല്ലാം വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഞാൻ വായിച്ചപ്പോൾ കവിതയായിപ്പോയി. നാട്ടിൽ വരേണ്ട, ജില്ലയിൽ പ്രവർത്തിക്കേണ്ട, കടമകൾ ചെയ്യേണ്ട, പദ്ധതികൾ വിഭാവനം ചെയ്യേണ്ട, കടലോരം മുടിഞ്ഞാലും തിരിഞ്ഞു നോക്കണ്ട. അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കവിത പോലെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അപ്രകാരം തന്നെ പറയാൻ ശ്രമിച്ചിരിക്കുകയാണ് ശ്രീ മിഥുൻ. യെസ്, അപ്പോൾ അങ്ങനെ MP എവിടെ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടി ഓരോ ജില്ലയിലും നമ്മൾ പോകേണ്ടി വരുമെന്ന് കൂടി തോന്നുന്നു. യെസ്, അപ്രകാരം കൂടിയാണ് ഓരോ വാർത്തയും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അടുത്ത ട്വീറ്റിലേക്ക് കടക്കാം. അമിഴഞ്ചൻ തോട് മുൻപും പിൻപും. ഇത് VK പ്രശാന്ത്, മേയറായിരുന്ന VK പ്രശാന്ത് MLA ആയ VK പ്രശാന്ത് 2019 പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ്. ബഹുമാനപ്പെട്ട MLA, മുൻ മേയർ അറിയാൻ ഈ ആമയിഴഞ്ചൻ തോട്, ഈ പിൻപുള്ള ആമയിഴഞ്ചൻ തോട് ഇത് എന്നത്തെ കാഴ്ചയാണെന്നാണ് തിരുവനന്തപുരം നിവാസികൾ ഒന്നാകെ ചോദിക്കുന്നത്. ഈ മുൻപ് എന്ന് ഇരിക്കുന്ന ആ ചിത്രത്തിൽ അല്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ മാലിന്യം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കുന്ന ദൃശ്യങ്ങൾ നൽകവേ കാണുകയുണ്ടായി. വളരെ കൃത്യമായി ബിഫോറും ആഫ്റ്ററും ഒക്കെ ഇട്ടിട്ടുണ്ട്. ബിഫോറും ആഫ്റ്ററും ഇന്നത്തെ കാര്യം കൂടി മേയർ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടെങ്കിൽ ആ വഴി ഒന്ന് പോയാൽ നന്നായിരുന്നു. അല്ല, പഴയ മേയർ ബ്രോ അല്ലേ? ശരി, അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിച്ചത് കൂടിയാണ്. കാരണം 2019 അദ്ദേഹം ഇപ്രകാരം ഒരു അവകാശവാദം എന്ന രീതിയിൽ അവതരിപ്പിച്ചത്. അത് ഈ 2024 എത്തി നിൽക്കുമ്പോൾ ഏത് സ്ഥിതിയിലാണ്? കാരണം താങ്കളുടെ പാർട്ടി തന്നെ ഭരിക്കുന്ന തലസ്ഥാന ജില്ല, അത് എപ്രകാരമാണ് ഇപ്പോഴുള്ള അവസ്ഥയെന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലിറങ്ങിയാൽ അറിയാവുന്നതേ ഉള്ളൂ. അതെ, നോക്കാം. കാണാതായിയുടെ ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരാളെ കൂടി കൊന്നു. അത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് സുശീൽ അല്ലേ? വളരെ ക്ലിയർ ആണ്. അതെ, അധികം വാക്കുകളില്ല. പക്ഷെ പറയേണ്ടതെല്ലാം അതിലുണ്ട്. ഇനി ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചത് തന്നെയാണ്. അത് വലിയ കാർഡായിട്ടും നമ്മൾ ഇറങ്ങിയിരുന്നു. നരേന്ദ്രമോദിജിയുടെ ട്വിറ്റർ ഹാൻഡിൽ അല്ലെങ്കിൽ ട്വിറ്റർ ഫോളോവേഴ്സ് 100 മില്യൺ അല്ലെങ്കിൽ 10 കോടി കഴിഞ്ഞു എന്നുള്ളത്.